ഹായ് ദർ, വെൽക്കം ടു സൈറം. നമ്മളുടെ മാനേജ്മെന്റ് പേപ്പറിൽ എല്ലാ പ്രാവശ്യവും നെറ്റിനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ മാനേജ്മെന്റ് ഇവല്യൂഷൻ എന്നുള്ളത്. ഇത് പല യൂണിറ്റുകളിലായിട്ട് ഇപ്പൊ നിലവിൽ യൂണിറ്റ് 1-ലും 2-ലും ഒക്കെ മാനേജ്മെന്റ് തിയറീസ് പറയുന്ന സമയത്ത് എല്ലാ തിയറീസും ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു ടൈം പീരീഡില് എറയിൽ വരുന്ന ഓരോ തിയറീസും എന്താണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഡിഫറൻസസുകൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഓരോന്നിന്റെ സ്ലൈഡിൽ അതിന്റെ വാരിയേഷൻസ്, ഡിഫറൻസസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിന്റെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മള് വിവരങ്ങൾ പറയുന്നതിന് മുന്നേ സൂചിപ്പിക്കാനുള്ളത്, നെറ്റില് പ്രത്യേകിച്ച് നമ്മളെ മാനേജ്മെന്റ് പേപ്പറിൽ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളുടെ ടൈം അനുസരിച്ച് എത്രത്തോളം ടൈം നമുക്ക് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഓരോ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്, ലേണിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇപ്പോ തിയറി എക്സ് ആൻഡ് വൈ അല്ലെങ്കിൽ പിന്നെ മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറി, അങ്ങനെയൊക്കെയുള്ള തിയറികൾ എന്താണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ആരാണ് പോപ്പുലറൈസ് ചെയ്തത്, ഏത് ടൈം പീരീഡ് ആണ്, അങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള എലമെന്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്തെന്ന് പറയാം. പക്ഷെ നെറ്റിന് അത് മാത്രം ആയിട്ട് വരില്ല. കാരണം ക്വസ്റ്റ്യന് പല രൂപത്തിലാണ് ഓരോ പ്രാവശ്യവും ചോദിക്കുക. അപ്പൊ ബേസിക് എലമെന്റ് മാത്രം കവർ ചെയ്യുന്ന ചോദ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ നെറ്റിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും, വളരെ എളുപ്പമുള്ള വൺ ലൈനർ ക്വസ്റ്റ്യൻസും വരും. പിന്നെ തിയറി ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു തിയറികളുടെ എലമെന്റ്സുകൾ, ഇപ്പോൾ ബ്യൂറോക്രാറ്റിക് തിയറി ആണെന്നുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റിക് തിയറി എന്താണ് പറയുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ മെറിറ്റ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഏതൊക്കെ കമ്പനികളാണ് ബ്യൂറോക്രാറ്റിക് തിയറി ഫോളോ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് അതിന്റെ ന്യൂആൻസസുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ബേസിക് കവർ ചെയ്യും, അതിനുശേഷം ഓരോ തിയറികളുടെയും പിന്നെ വിശാലമായിട്ട് നമ്മൾ പഠിക്കും. അതിനും ശേഷം നമുക്ക് എക്സ്പേർട്ട് ലെവൽ നോളജ്, നെറ്റിന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള ലെവലില് എന്ന് പറയുന്നത് ഈ തിയറികൾ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്താണ്. ഇപ്പോ ഒരു ബ്യൂറോക്രാറ്റിക് തിയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് തിയറി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ തരത്തിലുള്ള ലീഡർഷിപ്പ് തിയറികൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം അത് കമ്പയർ ചെയ്യുന്ന സമയത്താണ് കൃത്യമായിട്ട് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഓരോ അപ്രോച്ച് തമ്മിലുള്ള പിന്നെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഒന്ന് ചില സമയത്ത് ചില ക്യാരക്ടറിസ്റ്റിക്സിൽ ഫുൾഫിൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മറ്റേതിന് നെഗറ്റീവ് ആയിട്ടുള്ള സൈഡുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് മാത്രമേ നെറ്റിന് ഏത് രൂപത്തില്, ഇപ്പൊ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ടുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ടേബിൾ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഈ 3 ലെവല് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഏത് ചോദ്യമായാലും നമുക്ക് അനായാസം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമാണ് കൃത്യമായിട്ട് കവർ ചെയ്യുന്നത്. എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ഡിസിപ്ലിൻ, ഇപ്പൊ ലാംഗ്വേജ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മറ്റുള്ള സയന്റിഫിക് ഡിസിപ്ലിനുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് തോട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവ് ആയിട്ടേ ഉള്ളൂ ഇത് ഡിസ്കവർ ചെയ്തിട്ടും ഇത് പോപ്പുലറൈസ് ആയിട്ടും. അപ്പൊ ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ലാസ്റ്റ് 2020 സെപ്റ്റംബറിൽ നെറ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണത്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഭാഗത്ത് വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ചോദ്യം പൗസ് ചെയ്തൊന്ന് നോക്കുക, ആൻസർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ പിന്നെ എന്തൊക്കെയാണ് എവല്യൂഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്, ഒരുപാട് കാറ്റഗറൈസേഷനുകൾ ഇതിലുണ്ട്. ഓരോരുത്തരോടും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി അനുസരിച്ച് അവർ കാറ്റഗറൈസേഷൻ ഉപയോഗിച്ച പിന്നെ ക്രൈറ്റീരിയ അനുസരിച്ച് പല രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുമുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ, പിന്നെ മോഡേൺ മാനേജ്മെന്റ് എറ, ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തത്. അതിന് വേറൊരു എക്സ്ട്രാ വരുന്ന ഒരു സംഗതിയാണ് പ്രീ സയന്റിഫിക് എറ. അതായത് 1880 മുന്നേ ഉള്ള എറക്ക് പ്രീ സയന്റിഫിക് എറ എന്നും പറയാറുണ്ട്.
അപ്പോൾ അത് എങ്ങനെയാണ് മാനേജ്മെന്റ് തോട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് കാലക്രമേണ വന്നത് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇയർ ഏറെക്കുറെ ഉള്ള ഇയർ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ കൺസെപ്റ്റ് തോട്ട് അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ അടുത്ത വർഷം തൊട്ട് നിയോ ക്ലാസിക്കൽ തുടങ്ങാന്നുള്ള രൂപത്തിൽ അല്ല കാറ്റഗറൈസ് ചെയ്യുന്നത്. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ പ്രീ സയന്റിഫിക് എറ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ആൻഷ്യൻ സിവിലൈസേഷൻ പിന്നെ പല രൂപത്തിലുള്ള ആൻഷ്യൻ സിവിലൈസേഷനുകൾ ഉണ്ട്. അപ്പോൾ ആ സിവിലൈസേഷന്റെ സമയത്ത് എങ്ങനെയാണ് അവർ ആളുകളെ മാനേജ് ചെയ്തത്, എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടന്നത്, എങ്ങനെയാണ് എക്കണോമി വർക്ക് ചെയ്തത്, പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ വരുന്ന സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ വരുന്ന വളരെയധികം ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്, കമ്മ്യൂണിക്കേഷന്, പിന്നെ ഹ്യൂമൻ റിലേഷന്, പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് അവര് ഇപ്പൊ റോം ആയിക്കോട്ടെ, ഗ്രീസ് ആയിക്കോട്ടെ, ഹാരപ്പ, മോഹൻജദാരോ, മായൻ കൾച്ചർ, അങ്ങനെ ആൻഷ്യന്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഒക്കെ മാനേജ്മെന്റിൽ നമ്മൾ ഇന്ന് ക്ലാസ്സുകളിൽ നിന്ന് പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഒക്കെ ക്ലാസ് ഒന്നും കിട്ടാതെ തന്നെ അവർ ഭംഗിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൺസെപ്റ്റുകളും കാര്യങ്ങളും മോഡലുകളും ഒക്കെ നമ്മൾ പിന്നെ സയന്റിഫിക് ആയിട്ട് അവരിൽ നിന്നും എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മിലിറ്ററി ഓർഗനൈസേഷനിൽ നിന്നാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ അത് വരുന്നത് മിലിറ്ററി ഓർഗനൈസേഷനിൽ നിന്നാണ്. പിന്നെ റിലീജിയസ് ഓർഗനൈസേഷൻ, കാത്തലിക് ചർച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള റിലീജിയസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരിൽ നിന്നാണ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആളുകളെ എങ്ങനെയാണ് പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്, ആ ഒരു പവർ ഓഫ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ, അതുപോലെ മോറൽ വാല്യൂ, എത്തിക്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ റിലീജിയസ് ഓർഗനൈസേഷനിൽ നിന്നാണ് പിന്നെ മാനേജ്മെന്റ് തോട്ട്സിന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പ്രീ സയന്റിഫിക് എറ എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് എറ, ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ. ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ ഈ വർഷം നോക്കുന്ന സമയത്ത് 1880s തൊട്ട് 1920s വരെയാണ് ഇത് വരുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞു. വെറും ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷനുള്ള എലമെന്റ് ആയിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള തോട്ടിൽ നിന്നാണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ വരുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഒന്നാണ് സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലറിന്റെ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് മാക്സ് വെബറിന്റെ. അപ്പൊ ഈ മൂന്നാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ക്ലാസിക് മാനേജ്മെന്റ് തിയറിയിൽ വരുന്നത്. അതിനുശേഷമാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ. ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയിൽ നിന്നും നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയിലേക്ക് വരുന്ന സമയത്ത് ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്, അത് സോൾവ് ചെയ്തിട്ടാണ് നിയോ ക്ലാസിക്കിലേക്ക് വരുന്നതും നിയോ ക്ലാസിക്കലിന്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു അത് സോൾവ് ചെയ്തിട്ടാണ് മോഡേൺ മാനേജ്മെന്റ് എറയിലേക്ക് വരുന്നതും. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ സയന്റിഫിക് മാനേജ്മെന്റിലുള്ള പല പ്രിൻസിപ്പിളുകളും പിന്നെ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയിലും ഫോളോ ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ടല്ല പുതിയൊരു കൺസെപ്റ്റ് വരുന്നത്. അതിന്റെ ബിൽഡ് ചെയ്ത ആ ഒരു ബേസിൽ നിന്ന് പുതിയതായിട്ടുള്ള എലമെന്റുകൾ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള മാനേജ്മെന്റ് തോട്ട്സ് വരുന്നത്. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റം, കണ്ടിജൻസി, ഇതൊക്കെയാണ് മോഡേൺ മാനേജ്മെന്റ് അപ്രോച്ചിൽ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വേറൊരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്നേ ഉള്ളൂ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഒരു 3 ക്ലാസിക്കൽ ആയിട്ടുള്ള അപ്രോച്ചും അതുപോലെ നിയോ ക്ലാസിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസും മോഡേൺ ആയിട്ടുള്ള മാനേജ്മെന്റ് അപ്രോച്ചസും തോട്ട്സും സ്കൂൾ ഓഫ് തോട്ട്സും ഒക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റിലെ പല പ്രിൻസിപ്പലുകളും നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ 1920s വരെ അല്ലെങ്കിൽ 1930s വരെ മാത്രമേ ക്ലാസിക്കൽ മാനേജ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു എന്നല്ല, ഇപ്പോഴും ഈ പ്രിൻസിപ്പലുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഗതികൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സ്ലൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ആദ്യം തന്നെ മേജർ തിയറീസ് ഇൻ ക്ലാസിക്കൽ മാനേജ്മെന്റ് തോട്ട്സ് എന്നുള്ളതാണ്. ഏറ്റവും മേജർ ആയിട്ട് വരുന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. ഫെഡറിക് W ടൈലറിൻ്റെതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. 1910s വരുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു ഇയർ പറയാതിരിക്കാനുള്ള കാരണം, ആദ്യമായിട്ട് പിന്നെ സ്റ്റഡി നടത്തുന്നത്, പിന്നെ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്, അതിനുശേഷം ബുക്ക് രചിക്കുന്നത്, അതിനുശേഷം അത് കമ്പനിയിൽ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് 1910s എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഇയർ പറയാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക് ഇറങ്ങിയ വർഷമാണ്. ഇതുകൊണ്ടൊക്കെയാണ് പിന്നെ ഹെൻറി ഫാളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ 1916 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെയുള്ള ഒരു ടൈം പീരീഡ് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതിയാവും. പിന്നെ സയന്റിഫിക് മാനേജ്മെന്റ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഈ സ്ലൈഡ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതിനും അതുപോലെ
പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സംഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ ഡീറ്റെയിൽസ് സ്ലൈഡിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൗസ് ചെയ്ത് ഇത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ക്ലാസിക്കൽ മാനേജ്മെന്റിലെ മേജർ തിയറീസ് ആണ് സയന്റിഫിക്, അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക്. അപ്പൊ ഈ മൂന്നിനും എങ്ങനെ പരമാവധി ഹ്യൂമൻ ക്യാപിറ്റൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എങ്ങനെ സയന്റിഫിക് ആയിട്ട് പ്രൊഡക്ഷന്റെ ക്വാളിറ്റി എഫിഷ്യൻസി പരമാവധി കൂട്ടാം എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് പിന്നെ ക്ലാസിക്കൽ മാനേജ്മെന്റിൽ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ തരംതിരിച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ്, അത് മാത്രമല്ല അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, പല എലമെന്റുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തോട്ട്സ് വരുന്നത്. 1930s ശേഷം അല്ലെങ്കിൽ 1930s തൊട്ട് 50s വരെയാണ് പിന്നെ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തോട്ട്സ് വരുന്നത്. നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസിൽ ഹ്യൂമൻ റിലേഷൻ അതുപോലെ ബിഹേവിയറൽ സയൻസിനാണ് മെയിൻ ആയിട്ട് മുൻതൂക്കമുള്ളത്. ക്യാപിറ്റൽ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക എന്നതിന് പുറമെ അവരുടെ പിന്നെ വെൽബീയിങ്, ഇമോഷണൽ വെൽബീയിങ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇമോഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്ത് കൊണ്ടുള്ള സ്റ്റഡീസ് ആണ് ഹ്യൂമൻ റിലേഷനിലും ബിഹേവിയറൽ സയൻസിലൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പരമാവധി എഫിഷ്യൻസി ഉണ്ടാക്കുക, കമ്പനിക്ക് പരമാവധി അതുകൊണ്ട് മെച്ചം ഉണ്ടാവുക എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് കൂടെ ഉണ്ട്. പക്ഷെ പിന്നെ വെറും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമായിട്ട് കാണാതെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൂടെ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്ന ഒരു അപ്രോച്ചസ്, ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റിൽ വരുന്നത്. ഇതിൽ ഓരോ സംഗതികളും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ വിവരിക്കേണ്ടതാണ്. ഹ്യൂമൻ റിലേഷൻസിൽ ഹാർത്തോൺ സ്റ്റഡീസിൽ എൽട്ടൺ മയോ നടത്തിയ സ്റ്റഡീസ് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അധിക എക്സാമിനും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഹാർത്തോൺ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ബിഹേവിയറൽ സയൻസിൽ വരുന്ന ഹൈറാർക്കി ഓഫ് നീഡ്സ്, തിയറി എക്സ് ആൻഡ് വൈ, 2-ഫാക്ടർ തിയറി, ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമായിട്ടുള്ളതാണ്. മോട്ടിവേഷണൽ തിയറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ സ്റ്റാറ്റസ്, ഹ്യൂമൻ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇവിടൊക്കെ ബേസ് ആയിട്ട് വരുന്ന ബേസ് തിയറി എന്ന് പറയുന്നത് ബിഹേവിയറൽ സയൻസ് ആണ്. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, എങ്ങനെയാണ് ഗ്രൂപ്പ് ബിഹേവിയർ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. അടുത്തതാണ് മോഡേൺ മാനേജ്മെന്റ്. മോഡേൺ മാനേജ്മെന്റിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. കാരണം പിന്നെ 1950s ശേഷം 2023-24 വരെ ഉള്ള എല്ലാ മാനേജ്മെന്റ് കൺസെപ്റ്റുകളും തോട്ടുകളും ഒക്കെ മോഡേൺ മാനേജ്മെന്റ് തിയറീസിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സൈറ്റേഷൻ ഉള്ള, പിന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള പിന്നെ കൺസെപ്റ്റുകളും മോഡലുകളും തിയറികളും ഒക്കെയാണ് പിന്നെ നമുക്ക് മാനേജ്മെന്റ് കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ഓർഗനൈസേഷന് സിസ്റ്റം പോലെ കണ്ട് അതിന്റെ എൻവയോൺമെന്റുമായിട്ട് എഫക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പാർട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് സിസ്റ്റം തിയറി. അതിൽ ഒരുപാട് ആളുകൾ അതിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സിസ്റ്റം തിയറിയുടെ പല മോഡലുകളും ആളുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ആയിട്ട് ഒരു സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിന് ഇല്ല എന്ന് പറയുന്ന ഒരു തിയറിയാണ് കണ്ടിൻജൻസി തിയറി. യുണീക്ക് ആയിട്ടുള്ള, അതായത് ഒരു കമ്പനിയിൽ നടക്കുന്ന ഓരോ ഇവന്റും ഓരോ പ്രോബ്ലത്തിനും യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവണം. മാനേജ്മെന്റ് ടീം ഇവന്റിനനുസരിച്ച് അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ച് പിന്നെ യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻസ് അതിന് കൊണ്ടുവരണം. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വൺ സൊല്യൂഷൻ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ് കണ്ടിൻജൻസി തിയറി. ദർ ഈസ് നോ ബെസ്റ്റ് വേ ടു മാനേജ്, ഒപ്റ്റിമൽ അപ്രോച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 1960s ശേഷമാണ് കണ്ടിൻജൻസി വന്നത്. അതിൽ മെയിൻ ആയിട്ട് പിന്നെ ഫോക്കസ് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ് ലെയ്റ്റ് റോർഷ്, ഹുവാൻ വുഡ്ലാൻഡ്, അതുപോലെ പോൾ ലോറൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പൊ നേരത്തെ പറഞ്ഞ സ്ലൈഡ് പോലെ തന്നെ ഈ സ്ലൈഡും പൗസ് ചെയ്ത് എന്താണ് അതിന്റെ ഡിഫറൻസസുകൾ എന്ന്, പിന്നെ ഇയർ, അതുപോലെ എന്തൊക്കെയാണ് അതിൽ വരുന്ന എലമെന്റുകൾ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. 70s ശേഷം വരുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്. ഒരു കമ്പനിയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്, പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്, എറർ ഇല്ല എന്നുണ്ടെങ്കിൽ അതന്നെ എപ്പോഴും ഫോളോ ചെയ്യണം എന്നല്ല. പിന്നെ കാലത്തിനനുസരിച്ച്, ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിനനുസരിച്ച് എപ്പോഴും നമ്മളെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ നമ്മളെ ബിഹേവിയർ എങ്ങനെയാണ്, കമ്പനിയുടെ ഓപ്പറേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എപ്പോഴും 1% ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. പിന്നെ നോളജ് മാനേജ്മെന്റ്, ലേണിംഗ് ഓർഗനൈസേഷൻ, ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ആയിട്ടുള്ള തിയറീസ് ആണ്. ഏറ്റവും
പോപ്പുലർ ആയിട്ട് നമ്മൾ മൊത്തത്തില് ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ മോഡേൺ അപ്രോച്ച് പറയുന്ന സമയത്ത് സിസ്റ്റം തിയറിയും കണ്ടിജൻസി തിയറിയുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ക്ലാസിക്കലിൽ നിന്ന് മോഡേൺ എത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ മെയിൻ ആയിട്ട് വന്നത് എന്നുള്ളതാണ്. ഈ സ്ലൈഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലാസിക്കൽ തിയറിയിൽ ഫോക്കസ് എന്തായിരുന്നു? സ്ട്രക്ചർ, എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി. ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായിട്ട് എങ്ങനെ സയന്റിഫിക് ആയിട്ട് സ്ട്രക്ചറൈസ് ചെയ്ത് പരമാവധി പ്രൊഡക്ഷൻ എറർ ഫ്രീ ആയിട്ട് നടത്താം എന്നുള്ള ഒരു ഫോക്കസ് ആയിരുന്നു ക്ലാസിക് തിയറിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് നിയോ ക്ലാസിക്കലിലേക്ക് മാറുന്ന സമയത്ത് 1930s 50s വരെ ആകുന്ന സമയത്ത് ഹ്യൂമൻ റിലേഷൻ, എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ, എംപ്ലോയി മാനേജ്മെന്റ് തമ്മിലുള്ള റിലേഷൻ, എംപ്ലോയീസും മാനേജ്മെന്റും ട്രേഡ് യൂണിയൻ തമ്മിലുള്ള റിലേഷന്, ഗവൺമെന്റ് തമ്മിലുള്ള റിലേഷന്, കസ്റ്റമേഴ്സ് തമ്മിലുള്ള റിലേഷന്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. എംപ്ലോയീസിന്റെ മൊറാല്, അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷന്, അതുപോലെ മോട്ടിവേഷണൽ തിയറീസ്, ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ തിയറീസിൽ വരുന്നത്. പിന്നീട് അത് 1950s ശേഷം വന്ന മോഡേൺ തിയറീസിൽ മെയിൻ ആയിട്ട് വന്നത് ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ഇന്നോവേഷൻ, ഈ 3 സംഗതികളാണ്. ഇതിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാരണം 50s ശേഷം ഓരോ ഡെക്കേഡ്സിലും സുപ്രധാനമായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരികയുണ്ടായി. അപ്പൊ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് കമ്പനി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോ ഒരു AI ബൂം ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എല്ലാ കമ്പനികളിലും ഉണ്ടാവുന്നത്, അതിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇൻഡസ്ട്രി ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മോഡേൺ തിയറീസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ വരുന്നത് എങ്ങനെ പരമാവധി ടെക്നോളജിക്കൽ ചേഞ്ചസിനനുസരിച്ച് നമ്മളുടെ കമ്പനിയും ഇന്നോവേറ്റീവ് ആവാം, എങ്ങനെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാം എല്ലാ കാലത്തും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് വ്യൂ പോയിന്റിൽ നിന്നാണ്, ആ ഒരു ഫോക്കസിൽ നിന്നാണ് മോഡേൺ തിയറീസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ വരുന്നത്. പിന്നെ വ്യൂ ഓഫ് എംപ്ലോയീസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ക്ലാസിക്കൽ തിയറിയിൽ എക്കണോമിക് റിസോഴ്സ് ആയിട്ട്, പ്രൊഡക്ഷനുള്ള ടൂൾ ആയിട്ട് മാത്രമാണ് എംപ്ലോയീസിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിയോ ക്ലാസിക്കൽ തിയറിയിൽ എത്തുന്ന സമയത്ത് അവരുടെ സോഷ്യൽ ബീയിങ് ആയിട്ട്, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഭാഗമായിട്ട്, കമ്പനിയുടെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ മോഡേൺ തിയറിയിലേക്ക് വന്ന സമയത്ത് എംപ്ലോയീസ് കമ്പനിയുടെ ഒരു അസറ്റ് ആയിട്ട്, പിന്നെ എംപ്ലോയീസിനും ഷെയർസ് അടക്കം, പിന്നെ കമ്പനിയുടെ സ്റ്റോക്ക് അടക്കം ഷെയർ ചെയ്യുന്ന രൂപത്തിൽ, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറുന്ന രൂപത്തിൽ, പിന്നെ കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് പിന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മോഡേൺ തിയറിയിലേക്ക് വരികയാണ്. അപ്പോൾ എംപ്ലോയീസിന് അത്രയധികം പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തിയറീസ് ആണ് മോഡേൺ തിയറിയിൽ വരുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആരാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ക്ലാസിക്കൽ തിയറിയിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറി ക്ലാസിക്കൽ തിയറിയിലാണ് വരുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് അതിൽ നടക്കുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഉണ്ടാവുക. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അത് പിന്നെ ലോവർ ലെവലിലുള്ള അല്ലെങ്കിൽ മിഡിൽ ലെവലിലുള്ള സൂപ്പർവൈസർ ലെവലിലുള്ള പിന്നെ ആളുകൾ, മാനേജ്മെന്റ്, എംപ്ലോയീസ് അത് ഫോളോ ചെയ്യുക എന്നല്ലാതെ അവർക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സജഷൻ കൊടുക്കാനോ പിന്നെ അത് ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ആവാനോ ഉള്ള ഒരു പിന്നെ സിറ്റുവേഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ക്ലാസിക്കൽ തിയറിയിൽ. പക്ഷെ നിയോ ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ചില കാര്യങ്ങളിൽ, ചില വിഷയങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാനും ഡേ ടു ഡേ ഓപ്പറേഷനിലൊക്കെ പിന്നെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉള്ള ഫ്രീഡം നിയോ ക്ലാസിക്കൽ തിയറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോഡേൺ തിയറി വരുന്ന സമയത്ത് വളരെയധികം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയി. ആർക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ചാനലിലൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്രീഡം ഉണ്ട്, കമ്പനിക്ക് സജഷൻ കൊടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ പിന്നെ ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഷെയർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, കൊളാബറേറ്റീവ് ആയിട്ടുള്ള, ടീം വർക്കിന് പ്രാധാന്യം നൽകിയിട്ടുള്ള പിന്നെ തിയറീസ് ആണ് മോഡേൺ മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്, എങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരിക എന്നുള്ളതാണ്. പിന്നെ ക്ലാസിക്കൽ തിയറിയിൽ സ്വാഭാവികമായിട്ടും ഹൈറാർക്കിയൽ സ്ട്രക്ചർ, ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ആണ് ഉള്ളത്. പിന്നെ നിയോ ക്ലാസിക്കലിൽ ഫ്ലാറ്റർ ആയിട്ടുള്ള, ഡീസെൻട്രലൈസ്ഡുള്ള സിസ്റ്റം ആണ് വരുന്നത്. അപ്പോ ഹൈറാർക്കി, ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരുന്ന സമയത്ത് ഇവിടെ ഫ്ലാറ്റർ കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോ പിന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്നും ഏറ്റവും ലോവർ ലെവൽ മാനേജ്മെന്റ് വരുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. ടോപ്പ് ലെവൽ മാനേജ്, മിഡിൽ ലെവല്, അതുപോലെ ലോവർ ലെവൽ, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിയോ ക്ലാസിക്കൽ വരുന്ന സമയത്ത് പിന്നെ ലെവൽ, ഈ ഒരു ലെയറിന്റെ എണ്ണം കുറയുകയും പിന്നെ ഓരോ ലെയറിലും എംപ്ലോയീസിന്റെ ആ ഒരു ഇത് കൂടുകയും എല്ലാവർക്കും ഡിസിഷൻ മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി എത്തുകയും ചെയ്തുകൊണ്ടാണ് ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നത്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്.
പിന്നെ നിയോ ക്ലാസിക്കൽ തിയറിയിലുള്ളത്. അതുപോലെ മോഡേൺ തിയറിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. പിന്നെ ഓരോ ഓർഗനൈസേഷനും അവരുടെ പ്രൊജക്ടിന്റെ വാരിയേഷൻ അനുസരിച്ച്, നേച്ചർ അനുസരിച്ച്, പിന്നെ അവിടുത്തെ വർക്ക് കൾച്ചർ അനുസരിച്ച്, പിന്നെ ഒരു കമ്പനിയിൽ തന്നെ പല രൂപത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ വേറൊരു സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി ടീം ആണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈലായിരിക്കും. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് പിന്നെ ഉള്ള ഒരു സ്ട്രക്ചറേ ആയിരിക്കില്ല ഉണ്ടാവുക. വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള മാനേജ്മെന്റും എംപ്ലോയീസും ആയിരിക്കും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക് കൾച്ചർ ഉള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആയിരിക്കും മോഡേൺ തിയറിയിൽ ഉണ്ടാവുക. അതുപോലെ ലീഡർഷിപ്പ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ പരസ്പരം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന എലമെന്റുകൾ മാത്രമാണ് ഓരോന്നിലും ഉള്ളത്. ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, ഡയറക്റ്റീവ് ആയിട്ടുള്ള, എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക, ഇങ്ങോട്ട് ഒന്നും പറയാൻ പാടില്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള യാതൊരു ഇൻപുട്ടും ആവശ്യമില്ല, പറയുന്ന സംഗതികൾ ഓർഡർ അത് ഫോളോ ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ക്ലാസിക്കൽ തിയറിയിലുള്ളത്. പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പിന്നെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് നിയോ ക്ലാസിക്കലിൽ വരുന്നത്. മോഡേണിൽ വരുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ സെർവൻ ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന, പിന്നെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് എംപ്ലോയീസിന്റെയും കമ്പനിയുടെ ഭാഗമായിട്ട്, എംപ്ലോയീസും കമ്പനിയുടെ ഭാഗമാണ്, അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അവർ ഷെയർ ഹോൾഡേഴ്സും കൂടിയാണ്. ലീഡർഷിപ്പ് സ്റ്റൈല് നമ്മൾ നോക്കുന്ന സമയത്ത് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, ഡയറക്റ്റീവ് ആയിട്ടുള്ള പിന്നെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ക്ലാസിക്കൽ തിയറിയിലുള്ളത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, പിന്നെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓർഡർ ചെയ്യുക, എംപ്ലോയീസ് അത് ഫോളോ ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനോ ഒന്നും അവിടെ ക്ലാസിക്കൽ തിയറിയിൽ പോസിബിൾ അല്ല. പക്ഷെ നിയോ ക്ലാസിക്കലിലേക്ക് വരുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള സംഗതികളാണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എംപ്ലോയീസിനും ലോ ലെവൽ മാനേജ്മെന്റിനും ഒക്കെ തീരുമാനം എടുക്കാം, എക്സിക്യൂട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള പിന്നെ അവസ്ഥ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിൽ വരികയാണ്. പിന്നെ മോഡേൺ തിയറിയിൽ വരുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷണൽ ആയിട്ടുള്ള, എംപ്ലോയീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, അവരുടെ കരിയർ ഡെവലപ്മെന്റും കരിയർ പ്ലാനിങ്ങും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ പിന്നെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് പിന്നെ മോഡേൺ തിയറിയിൽ വരുന്നത്. പിന്നെ ഉള്ളത് മോട്ടിവേഷൻ ആണ്. എങ്ങനെയാണ് പിന്നെ ക്ലാസിക്കൽ തിയറിയിൽ മോട്ടിവേഷൻ വരുന്നത്, എംപ്ലോയീസിനെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അവരെ കൂടുതലായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, അവരെ ജോബ് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്ലാസിക്കൽ തിയറിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെന്റീവ്സ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ പ്രൊഡക്ഷൻ എറർ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള റിവാർഡ്സ് നൽകി, ഫിനാൻഷ്യൽ റിവാർഡിനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ഉണ്ടായിരുന്നത്. നിയോ ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന സമയത്ത് സോഷ്യൽ നീഡ്സ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. നമ്മളെ ഒരു പിന്നെ എംപ്ലോയി കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ പ്രൊമോഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു സോഷ്യൽ പിന്നെ വാലിഡിറ്റി, ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ വരുന്നത്. മോട്ടിവേഷണൽ തിയറീസ്, ബിഹേവിയറൽ കൺസെപ്റ്റ് ഒക്കെ നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഭാഗമാണ്. പിന്നെയുള്ളത് മോഡേൺ തിയറിയാണ്. അതിൽ ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ, എംപവർമെന്റ് ഒക്കെയാണ് വരുന്നത്. അതായത് പിന്നെ എപ്പോഴും ആളുകൾ ഫോഴ്സ് ചെയ്യാതെ, എപ്പോഴും പിറകെ നടന്നുകൊണ്ട് മാനേജ്മെന്റ് കോച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാതെ, കമ്പനിയുടെ നീഡ്സ് ഇതൊക്കെയാണ്, അതിനനുസരിച്ച് ഞാനും പ്രവർത്തിക്കണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്പനി റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ള, നമ്മൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എംപ്ലോയീസ് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് മോഡേൺ തിയറീസ് വരുന്നത്. ലാസ്റ്റ് ഉള്ളത് എംഫസിസ് എന്തിലൊക്കെയാണ് എന്നുള്ളതാണ്. ക്ലാസിക്കൽ തിയറീസിൽ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറിയിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, റൂൾസ്, പോളിസീസ് എല്ലാത്തിനും ഉണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യല്ലാതെ വേറൊരു പിന്നെ ഓപ്ഷന് നമുക്കില്ല. പിന്നെ നിയോ ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന സമയത്ത് ഇൻഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ പിന്നെ ബ്രിങ്ങിങ് വരികയാണ് ആ സമയത്ത്. പിന്നെ ഗ്രൂപ്പ് ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ, മോട്ടിവേഷണൽ തിയറീസ്, ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. മോഡേൺ തിയറി വരുന്ന സമയത്ത് 1950s ശേഷമാണ് മോഡേൺ തിയറി വരുന്നത്. ടെക്നോളജിയിൽ വന്ന മാറ്റം, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, അതുപോലുള്ള സംഗതികളിൽ വന്ന മാറ്റം, നോളജ് മാനേജ്മെന്റ്, ലേണിംഗ് ഓർഗനൈസേഷൻ, ഇതിനൊക്കെയാണ് മെയിൻ ആയിട്ട് എംഫസിസ് വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ചോദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതൊന്ന് പൗസ് ചെയ്ത് ഈ ചോദ്യം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആൻസർ പറയാം. ഓക്കെ, എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഓൺലി എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ദ അപ്രോച്ചസ് ടു മാനേജ്മെന്റ് തിങ്കിങ് വിച്ച് were developed during the
ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറി എന്നുള്ളതാണ്. 20ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഹാഫില് ഡെവലപ്പ് ചെയ്ത സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന സമയത്ത് ഏതാണ് ഇയർ പീരീഡ് വരിക? 1900 തൊട്ട് 1950s വരെയാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ഫസ്റ്റ് ഹാഫില് പിന്നെ വരുന്ന തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിന് മുന്നേ ഒരു ചോദിച്ച ചോദ്യമാണിത്. അപ്പൊ അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്, അതായത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ എലമെന്റ്സുകൾ, പിന്നെ അതിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വായിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തിയറികൾ, ഇപ്പൊ നമ്മൾ പിന്നെ ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ മാനേജ്മെന്റ് തിയറീസ് പറഞ്ഞു. അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പല സംഗതികളും ഇതിലുണ്ട്, അതിലില്ലാത്ത സംഗതികളും ഉണ്ട്. പിന്നെ ഇപ്പൊ ഫസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടിൻജൻസി അപ്രോച്ച്, അത് മോഡേൺ മാനേജ്മെന്റിൽ വരുന്നതാണ്. അത് 1950s ശേഷം വന്നതാണ് അത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാലും വരില്ല. പിന്നെ രണ്ടാമത്തത് സയന്റിഫിക് മാനേജ്മെന്റ്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഡെവലപ്പ് ചെയ്തതാണ്. ക്ലാസിക്കലും നിയോ ക്ലാസിക്കലിലും വരുന്ന സംഗതികളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്. 1950s ശേഷമാണ് മോഡേൺ മാനേജ്മെന്റ് തിയറീസിന്റെ ഭാഗമായിട്ടാണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മാനേജ്മെന്റ് തോട്ട്സിനെയും കമ്പനികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഗ്ലോബലൈസേഷൻ എന്നുള്ള പാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓപ്ഷൻ സി ആയിട്ട് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ലാസ്റ്റില് സിസ്റ്റം അപ്രോച്ച് ഉണ്ട്. സിസ്റ്റം അപ്രോച്ച് മോഡേൺ പിന്നെ മാനേജ്മെന്റ് തിയറിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി വന്നത്. അപ്പൊ ഓരോ ഓപ്ഷനിലും അതിൽ ക്ലിയർ ആയിട്ട് ഇല്ലാത്ത ഓപ്ഷനുകൾ ഉണ്ട്. പിന്നെ നമ്മൾ തിയറീസ് പഠിക്കുന്ന സമയത്ത് ചിലപ്പം ഗ്ലോബലൈസേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് നമുക്ക് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതുപോലുള്ള ഒരുപാട് PYQs നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആൻസർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ചോദ്യത്തിനും ഓരോ അപ്രോച്ചസും ഓരോ ട്രിക്സും ഓരോ ട്രിപ്സും ഉണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാൽ, ഈ ഒരു ചോദ്യം പൗസ് ചെയ്യാം, വീഡിയോ പൗസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണത്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഇതാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മാനേജ്മെന്റ് തിയറീസ് ഇൻ ദ ഒറിജിൻ എന്നുള്ളതാണ്. ഒറിജിന്റെ അടിസ്ഥാനത്തിൽ ഇത് എപ്പോഴാണ് തുടങ്ങിയത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓർഡറിൽ ഈ മാനേജ്മെന്റ് തിയറീസ് പിന്നെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നമ്മൾ കറക്റ്റ് ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വരിക: സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ബ്യൂറോക്രസി, ഹ്യൂമൻ റിലേഷൻ, സിസ്റ്റം തിയറി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഓരോ തിയറീസും വരുന്ന ഓർഡർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഒന്ന് വായിച്ച് നോക്കുക, സ്കാൻ ചെയ്ത് നോക്കുക, ഓപ്ഷനുകൾ നോക്കി നോക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു തിയറിയോ കൺസെപ്റ്റോ കാര്യങ്ങളോ ഏതിലെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് നോർമലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം തിയറി മോഡേൺ മാനേജ്മെന്റിൽ വരുന്നതാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ വേറെ ഏതെങ്കിലും തിയറീസ് മോഡേൺ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുക. സിസ്റ്റം തിയറി ഉണ്ട്, കണ്ടിൻജൻസി അപ്രോച്ച് ഉണ്ട്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ഒന്നും നമ്മൾ ഓപ്ഷനുകളിൽ കാണുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ മാത്രമേ മോഡേൺ മാനേജ്മെന്റിൽ വരുന്നുള്ളൂ. ഓപ്ഷൻ എ ഉള്ള ലാസ്റ്റിൽ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില സമയത്ത് ഇതുപോലെ ലക്കി ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് അറിയുന്ന സംഗതി ക്വസ്റ്റ്യനിലെ ഒരു എലമെന്റ് മാത്രമാണെന്നുണ്ടെങ്കിലും അത് 100% അഷ്വറൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആൻസർ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ എങ്ങനെയാണ് കുടുങ്ങുക എന്ന് വെച്ചാൽ, ഇപ്പൊ സിസ്റ്റം തിയറി ലാസ്റ്റ് ആയിട്ട് വരുന്ന 2 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ കുടുങ്ങാണ്. പിന്നെ അടുത്ത ലെവലിലേക്ക് നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ നമ്മളുടെ നോളജ് ബേസിനനുസരിച്ച് പിന്നെ ഓരോ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇത്രയാണ് വളരെ ബേസിക് ആയിട്ട് പിന്നെ എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ടില് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഓരോ തിയറീസും ഓരോ അപ്രോച്ചസുകളും ഇതുപോലെ ഇത്രയും സമയമെടുത്ത് തന്നെ അതിന്റെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.